ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് പുതിയ പട്ടികയിലും മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന പരാതി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ താൽക്കാലിക പട്ടികയിലാണ് സീനിയോറിറ്റി പോലും മറികടന്നതായി അധ്യാപകർ പരാതിപ്പെടുന്നത്. അടുത്തയാഴ്ച ഇറങ്ങുന്ന അന്തിമ പട്ടികയിലെങ്കിലും പിഴവുകൾ തിരുത്തണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. പതിവിലും ഏറെ വൈകിയാണ് ഇത്തവണ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിന് ഓൺലൈൻ മുഖേന അപേക്ഷ ക്ഷണിച്ചത്. ജില്ലയിൽ 3 വർഷം പൂർത്തിയാക്കിയ അധ്യാപകർക്ക് ഓപ്ഷൻ നൽകാമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. സീനിയോറിറ്റി പരിഗണിച്ച് മുൻഗണനയിൽ തുല്യത വരുന്ന പക്ഷം പ്രശ്നമുണ്ടാകാതിരിക്കാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ, പങ്കാളി പ്രവാസിയാണെങ്കിൽ, അംഗപരിമിതർ തുടങ്ങി 14 ഘടകങ്ങൾ പരിശോധിക്കാനാണ് നിർദ്ദേശം. എന്നാൽ ഈ മാസം 5-നിറങ്ങിയ പട്ടികയിൽ ഇവ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂവെന്നും സീനിയോറിറ്റി അട്ടിമറിക്കപ്പെട്ടെന്നും അധ്യാപകർ പരാതിപ്പെടുന്നു. സർവീസ് പ്രശ്നങ്ങളെ തുടർന്ന് പലരും പരസ്യ പ്രതികരണത്തിന് മടിച്ചു. 2005-ൽ കയറിയവർക്ക് 2005-ൽ കയറിയവരെക്കാട്ടിലും 2011-ൽ കയറിയവർക്കാണ് ഇവിടെ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വെയിറ്റേജ് അനുവദിക്കുന്നത് ശരിയല്ല. പ്രവാസികളുടെ പങ്കാളികൾക്കും സർക്കാർ ജീവനക്കാരുടെ പങ്കാളികൾക്കും മാത്രമാണ് പരിഗണന കിട്ടിയതെന്ന് അധ്യാപകർ പറയുന്നു. പ്രവാസിയുടെ ഭാര്യ അല്ലാത്തതുകൊണ്ടും ഒരു കേരള സർക്കാർ ജീവനക്കാരൻ്റെ ഭാര്യ അല്ലാത്തതുകൊണ്ടും മാത്രമാണ് ഞാൻ സീനിയോറിറ്റിയിൽ താഴെ വന്നത്. ഈ മാസം 11-നാണ് സ്ഥലം മാറ്റത്തിന്റെ അന്തിമ ലിസ്റ്റ് ഇറങ്ങുക. അതിലെങ്കിലും പരാതികൾ പരിഹരിക്കപ്പെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അക്കാദമിക് വർഷം കഴിയാനായ സാഹചര്യത്തിലും സ്ഥലമാറ്റ കാര്യത്തിൽ തീരുമാനമാവാത്തത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് മറ്റൊരു വശം. ശ്രീധരൻ കുറിയടത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.